അയ്യ എന്താ മണ. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നലെ അങ്ങാടിക്ക് പോയിരുന്നു. അപ്പണ്ട് നല്ല അടിപൊളി മത്തി, പിടക്കണ മത്തിയായിരുന്നു. അതിൽ കുറച്ച് വാങ്ങിക്കൊണ്ടെന്ന് ഞാനിന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നന്നായിട്ട് അത് പൊരിച്ച് വാഴ ഇലയിൽ അടിപൊളിയായിട്ട് പൊള്ളിച്ച് നമുക്ക് എടുക്കാം. ഇനി അത് എങ്ങനെ എടുക്കാന്ന് നമുക്ക് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 മത്തിയാണ്. ഇതേപോലെ നന്നായിട്ട് നേരാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞിട്ടെടുക്കാം. നല്ല സൂപ്പർ മത്തിയായിരുന്നേ. കണ്ടില്ലേ, വരയുമ്പോഴും കൂടിയിട്ട് വടി പോലെയാണ് നിൽക്കുന്നത്. വരഞ്ഞിട്ടതാ കഴുകി നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കിതിനൊരു അരപ്പുണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 25 ഗ്രാം ഇഞ്ചിയാണ്. ഇതേപോലെ നുറുക്കി ഇതിലിടാം. പിന്നെ വെളുത്തുള്ളി ഒരു 2 കുടമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളി ആയ കാരണമാണ് 2 കുടം എടുത്തത്. വലിയ വെളുത്തുള്ളിയെങ്കിൽ 1 കുടം മതി. ഞാനിപ്പോൾ ഇതിൽ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ കൂടെ 2 തണ്ട് കരിവേപ്പിലയും കൂടി ഇടാം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ചതച്ചതുപോലെ കൊണ്ടുവരാം. ഇതേപോലെ അരച്ചാൽ മതിയേ, നല്ല പേസ്റ്റ് പോലെ ഒന്നും ആക്കണ്ട. കണ്ടില്ലേ. ഇനി മീൻ മസാല പുരട്ടി വെക്കാം. നമ്മൾ ഈ അരച്ചു കൊണ്ടുവന്നതിൽ 1 ടേബിൾ സ്പൂണ് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീർ മുളക് പൊടിയാണ്. സാധാ മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല. സാധാ മുളക് പൊടി ഇടുമ്പോൾ 1 സ്പൂൺ ഇട്ടാൽ മതി എരിവിനനുസരിച്ച്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. നമുക്കിത് മീനിൽ ഒന്നൊന്നായിട്ടെടുത്ത് പുരട്ടി കൊടുക്കാം. അതിൻ്റെ വയറിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ മേലെ മീനിൽ മസാല പുരട്ടുമ്പോൾ അതിൻ്റെ വയറിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ പെടില്ല. നമ്മൾ മസാല എടുത്ത് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഇത് കണ്ട, ഇങ്ങനെ പുരട്ടി കൊടുത്താൽ അതിൻ്റെ മസാലയും കളറും ഒക്കെ പാടെ അതിൽ പിടിക്കുകയും ചെയ്യും. അതിൽ ലേശം മസാല കയറിയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മുറിച്ചെടുക്കുമ്പോൾ തിന്നാൻ നല്ല ടേസ്റ്റും കൂടിയായിരിക്കും. നമുക്കിതിൽ നന്നായിട്ട് 10 മത്തിയിലും ഇതേപോലെ നമുക്ക് പുരട്ടി കൊടുക്കാം. പിന്നെ ഒരു 15 മിനിറ്റ് ഇവിടെ ഇരുന്നോട്ടെ. അപ്പം മസാലയും ഉപ്പെല്ലാം അതിൽ നന്നായിട്ട് പിടിച്ചോളും. മീൻ മസാല പുരട്ടി വെച്ച് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കത് പൊരിക്കാനുള്ള എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലവർക്ക് മത്തി മീൻ ഇഷ്ടമല്ല. എന്താ മീൻ? മത്തിയാണ് പറയുക. മത്തിയൊന്ന് പറയും. ഈ മത്തി നമ്മളിങ്ങനെ പൊരിച്ചാൽ ആ ഇഷ്ടമില്ലാത്തവർക്കും കൂടിയിട്ട് നല്ല ഇഷ്ടമാവും. മത്തിയുടെ മണമേ ഉണ്ടാവില്ല. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് മറിയുണ്ട്. അടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇതേപോലെ അപ്പുറത്തെ സൈഡ് നന്നായിട്ട് മത്തി വെന്തിട്ടുണ്ട്. ഇനി എടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പൊരിച്ച ചട്ടിയിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത്. മസാല നമ്മൾ പൊരിച്ചതിൽ മസാല ഉണ്ടാവില്ല. അത് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക. കരിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയാൽ മതി, കുഴപ്പമില്ല. നമുക്കിനി ഇതിൽ കുറച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്.
ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വാടട്ടെ. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിതിലിനി പച്ചമുളകും ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിൽ വെളുത്തുള്ളി ഇഞ്ചിയും അരച്ചതിട്ട് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഇത് നമ്മൾ നേരത്തെ മീൻ മസാല പുരട്ടാൻ അരച്ച് വെച്ച അരപ്പാണ്. അതാണ് ഞാനിതിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുത്തത്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ്. 1/2 ടീസ്പൂണ് സാദാ മുളക് പൊടി. ഇതിപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതിയേ. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം ഒന്ന് മാറട്ടെ. എരിവ് നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് ഇട്ടാൽ മതിയേ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിതിൽ 1.5 തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വേകട്ടെ. നമുക്കിതിലിനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ മീനിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഇട്ടാൽ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഉപ്പ് കൂടിയാലും ഉള്ള ടേസ്റ്റൊക്കെ പോവും, ഉപ്പ് കുറഞ്ഞാലും ഉള്ള ടേസ്റ്റ് പോവും. അതുകൊണ്ട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പാകത്തിന് വേണം ഉപ്പ്. ഇതിപ്പോൾ കണ്ടില്ലേ, തക്കാളിയൊക്കെ വെന്ത് നല്ല കുഴമ്പ് പോലെ ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇട്ടാൽ ഈ രീതിക്ക് വേണം കുഴമ്പ് പോലെ വേകാൻ. ഇനി നമുക്കിത് എടുക്കാം. നമുക്കിനി ഇത് ഉണ്ടാക്കാനുള്ള ഇല ഒന്ന് വാട്ടിയെടുക്കാം. ഇത് വാട്ടിയെടുത്താലേ നന്നായിട്ട് മടക്കാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കീറിപ്പോവുള്ളൂ. പിന്നെ നല്ല തിരുന്ന ഇല വേണം. അതാവുമ്പോൾ പിന്നെ അങ്ങനെ പൊട്ടിപ്പോവില്ല. ഇനി നമുക്കിത് ഇലയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇല നടുക്കൊന്ന് കീറിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഇല ഒരു കഷ്ണം വാട്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആദ്യം നമുക്കിതിൽ നമ്മൾ ഉണ്ടാക്കിയ മസാലയിലെ പകുതി ഇതിൽ വെച്ച് പരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മീൻ ഇതിൽ ഒന്നൊന്നായിട്ട് പെറുക്കി വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള മസാല ഇതിൻ്റെ മേലെ നമുക്ക് നല്ലപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മസാലയിൽ നന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ മുളക് 2 പച്ചമുളക് വെച്ച് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പിലയും വെച്ച് കൊടുക്കാം. നമുക്കിത് ഇങ്ങനെ നന്നായിട്ട് മടക്കിയെടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് ഈ വാഴയിലയുടെ തണ്ട് കൊണ്ട് കെട്ടി കൊടുക്കാം, നാര് കൊണ്ട്. വല്ലാതെ മുറുക്കരുത്, പതുക്കെ ഒന്ന് ഈ കെട്ട്, ഈ വാഴയില നമ്മൾ മടക്കിയത് അഴിഞ്ഞു പോവാതിരിക്കാനാണ് ഈ കെട്ടിയത്. അങ്ങനെ മീൻ വാഴയിലൊക്കെ ആക്കി പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊള്ളിച്ചെടുക്കാം. ഈ ചൂടായ ചട്ടിയിൽ നമുക്ക് ലേശം എണ്ണ ഒന്ന് ചട്ടിയിൽ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. എല്ലായിടത്തും നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം. ഈ ഇലയിലുള്ള മസാല നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതിനി ഒരു 4 മിനിറ്റ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആവട്ടെ. ചെറിയ തീ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഒരു 4 മിനിറ്റ് വേവിച്ചെടുക്കാം. രണ്ടാമത്തെ ഭാഗം 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം.
ലൈവായി എന്താ മണ ഹാ നല്ല അടിപൊളി മീൻ പൊള്ളിച്ചത് ഇതാ നല്ല അടിപൊളി മസാലയോടായിട്ടുണ്ട് മീൻ നമ്മുടെ മത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് മത്തി കഴിക്കാത്തവരും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു പ്ലേറ്റ് ചോറ് വെച്ച് കഴിച്ചോളും നല്ല രസമുണ്ട് മത്തിയുടെ ഒരു ചൊയോ മണമോ ഒന്നുമില്ല എല്ലാവരും ഉണ്ടാക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം